Friends, again, welcome back to our YouTube channel English Academy. I am Ajikumar, the English trainer. Think of the different uses of the auxiliary verb had. See, really had means undayirunnu. For example, they had a car. Ippam illa. They had a car. See, at the same time, they had purchased a two-wheeler before they purchased a car. They had purchased a two-wheeler before they purchased a car. ഇപ്പോൾ രണ്ടാമത് വരുന്ന കോണ്ടെക്സ്റ്റിൽ ഹാഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാസ്റ്റ് ആക്ഷന് മുമ്പ് വേറൊരു പാസ്റ്റ് ആക്ഷൻ പൂർത്തിയാക്കപ്പെട്ടു, വേറൊരു പാസ്റ്റ് ആക്ഷൻ ചെയ്തിരുന്നു എന്ന് പറയും. ദേ ഹാഡ് പർച്ചേസ്ഡ് എ കാർ ബിഫോർ ദേ പർച്ചേസ്ഡ് എ ടു വീലർ എന്ന് പറയുമ്പം ഒരു ടു വീലർ മേടിക്കുന്നതിന് മുമ്പ് ഒരു കാറ് അവർ വാങ്ങിയിരുന്നു. അപ്പം രണ്ടും പാസ്റ്റിലെ കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു പാസ്റ്റ് ആക്ഷന് മുമ്പ് വേറൊരു പാസ്റ്റ് ആക്ഷൻ അത് കാണിക്കാൻ ഹാഡ് ഉപയോഗിക്കുന്നു. സി ഫസ്റ്റ് എക്സാമ്പിൾ, ഹാഡ് എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി, ദാറ്റ്സ് എ പ്രൈമറി ഓക്സിലറി വെർബ്. ഓൾവേസ് റിമെമ്പർ, ഹാഡ് ഈസ് ഓൾവേസ് എ പ്രൈമറി ഓക്സിലറി വെർബ്. ഇൻ ദ ഫസ്റ്റ് എക്സാമ്പിൾ, ദേ ഹാഡ് എ കാർ, അവർക്കൊരു ഹാഡ് ഉണ്ടായിരുന്നു എന്ന പാസ്റ്റിനെ കാണിക്കാം. പക്ഷെ രണ്ടാമത്തെ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു പാസ്റ്റിന് മുമ്പ് വേറൊരു പാസ്റ്റ് ആക്ഷൻ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയാം. സോ ഇൻ ദീസ് two different contexts, think of had has different meanings. In the first example, they had a car, it express undayirunnu enna meaning. At the same time, in the second example, it creates time, right?